Hi, I am Thesnim Azeez. ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി അല്ല. നമുക്ക് പലർക്കും ഉള്ള സംശയമാണ് ഏത് ഓവൺ ആണ് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഓവൺ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓവൺ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ OTG ഓവൺ ഉണ്ട് ഇവിടെ, അതുപോലെ മൈക്രോവേവ് ഓവൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് പലരും OTG വാങ്ങുന്നത് അല്ലെങ്കിൽ മൈക്രോവേവ് വാങ്ങുന്നത്. എന്താണ് ഇതിലുള്ള വ്യത്യാസം എന്നുള്ളത് പലർക്കും അറിയുന്നില്ല. അപ്പോൾ നോക്കാം. ഇത് OTG ഓവൺ. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് ആൻഡ് ഗ്രില്ലിംഗ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് നമുക്ക് എന്തൊക്കെ ബേക്ക് ചെയ്യണോ അതെല്ലാം നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കേക്ക്സ് ഉണ്ട്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, പഫ്സ്, ബ്രെഡ്സ്, പിസ്സാസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഹോം ബേക്കറായിട്ട് കുറേ ലേഡീസ് ഇപ്പോൾ ഹോം ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ബേക്ക് ചെയ്യാൻ മാത്രമാണ് എനിക്ക് വേണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് OTG ഓവണിലേക്കാണ്. അതിൽ നമുക്ക് എല്ലാം ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് മൈക്രോവേവ് ഓവൺ. മൈക്രോവേവ് ഓവൺ എന്ന് പറയുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ബേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ മൈക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കുക്ക് ചെയ്യാം, ചൂടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഗ്രിൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊരു ബ്രൗണിംഗ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ കൺവെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ബേക്കിംഗ് ആണ് ഇതിൽ വരുന്ന കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ. കൺവെക്ഷൻ പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കൺവെക്ഷനിൽ മൈക്രോവേവ് ഓവണിൽ ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ളത്. പക്ഷെ കറക്റ്റായിട്ട് വരും. ശരിക്കും നല്ല ബ്രാൻഡായിരിക്കണം. നല്ല ടെമ്പറേച്ചറിൽ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്ക് എനിക്ക് 2 ഓവണും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയണത്. കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈക്രോവേവ് ഓവണാണ്. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത് കുക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു കുക്ക് ചെയ്യാം, അതുപോലെ ബേക്ക് ചെയ്യാം, കുക്ക് ചെയ്യാം, ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഓപ്ഷൻസ് നമുക്ക് ഒന്നിച്ച് ചെയ്യണമെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റും. മൈക്രോവേവ് ഓവണിൽ നമുക്ക് മൈക്രോ പ്ലസ് ഗ്രിൽ അല്ലെങ്കിൽ മൈക്രോ പ്ലസ് കൺവെക്ഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുക്കിംഗ്. നമുക്ക് ചില ഡിഷുകളുണ്ടാവും കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് ബ്രൗണിങ് ആവണം കൂടെ, ബ്രൗൺ കളറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു റോസ്റ്റിംഗ് ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നും. അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഓപ്റ്റ് ചെയ്യേണ്ടത് മൈക്രോവേവ് ഓവണാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്നൊന്ന്, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഫ്രീസറിലുണ്ടാവും. പക്ഷെ നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഗ്രേവിയൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോകണം. അതിൻ്റെ മുമ്പ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഈസിയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഐസ് കളയണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഓവണിൽ നമുക്ക് കുക്ക് ചെയ്യാൻ നമ്മളെ നോർമൽ ഡെയിലി ലൈഫ് കുക്കിംഗ്. അപ്പോൾ അതായത് ഇപ്പോൾ പാൽ തിളപ്പിക്കുക, പഴം പുഴുങ്ങുക, ചായ ഉണ്ടാക്കുക, കോഫി ഉണ്ടാക്കുക, ഗീ റൈസ്, ചിക്കൻ കറി, ഉപ്പേരി, പുഡിങ്, അങ്ങനെ നമുക്ക് നമ്മളെ നോർമൽ ലൈഫിൽ വരുന്ന കുക്കിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഗ്രിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ ബേക്കിംഗ് കൂടെ പറ്റും, പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഫങ്ഷൻസ് ഇതിൽ നടക്കണം. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ കണ്ടില്ലേ ഷവായി ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ടില്ലേ, അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഉള്ള ഓവൺ. അപ്പോൾ നമ്മൾ ഓവൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ആവശ്യം എന്താണോ, എങ്ങനെയുള്ള കുക്കിംഗ് ആണോ നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ കുക്കിംഗ് ഹാബിറ്റിനനുസരിച്ച് വേണം നമ്മൾ ഓവൺ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു ബാച്ചിലർ, ഇപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് അധികം കുക്ക് ചെയ്യണ്ട, എനിക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് ഫുഡൊന്ന് ചൂടാക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കണം, കുറച്ച് ഗീ റൈസൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കണം, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ മതി പറയുകയാണെങ്കിൽ മൈക്രോവേവ് ഓവണിൽ തന്നെ നമ്മൾ വാങ്ങേണ്ടത് ബേസിക് ആയിട്ടുള്ള സോളോ ഓവണാണ്. മൈക്രോ മാത്രമുള്ള ഓവൺ വാങ്ങിയാൽ മതി. ഓക്കെ. പിന്നെ വരുന്നത് ഗ്രില്ലാണ്. അതിൻ്റെ മുകളിലേക്ക് വരുന്നതാണ് മൈക്രോ പ്ലസ് ഗ്രിൽ ഓവൺ ഉണ്ടാവും. അപ്പോൾ ഗ്രിൽ ഓവൺ ഷോപ്പിൽ ചെന്നിട്ട് ഗ്രിൽ ഓവൺ വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മൈക്രോ വരും, ഗ്രില്ല് വരും. ഗ്രിൽ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ബ്രൗണിംഗ് ഒക്കെ അവരായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കണ്ണൂർ നിക്ഷ ഇലക്ട്രോണിക്സിലുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഓവൺ വേണം. അപ്പോൾ ഞാൻ പറയുകയാണ് ഇവരുടെ അടുത്ത് എനിക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓവണാണ് ഇവിടെയുള്ള കുട്ടികൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഓവണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഫങ്ഷനും ഉള്ള ഓവണാണ് വേണ്ടതെങ്കിൽ അത് ആദ്യം പറയണം. ഇനി അങ്ങനെ എനിക്ക് വേണ്ട, എനിക്ക് ബേക്ക് ചെയ്താൽ മാത്രം മതി എന്നാണെങ്കിൽ നമ്മൾ OTGയിലേക്ക് പോവാം. ഓവൻ ടോസ്റ്റ് ഗ്രിൽ OTG അതിലേക്ക് പോവാം.
അല്ല എനിക്ക് കുറച്ച് കുക്ക് ചെയ്യണം, ബേക്ക് ചെയ്യണം, നമ്മുടെ വീട്ടിലൊരാവശ്യങ്ങളെല്ലാം നടക്കണം. വീട്ടിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഗീ റൈസ് ഉണ്ടാക്കണം, ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് ഗ്രില്ല് ചെയ്യണം തോന്നും, വേറൊരു ദിവസം നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം തോന്നും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. OTGയിലാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വലിയ ഓണൊക്കെ എടുത്ത് ഹോം ബേക്കേഴ്സിനൊക്കെ ആകുമ്പോൾ കുറേ കേക്ക്സൊക്കെ ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളതാവുമ്പോൾ നമുക്ക് OTG ഓവനിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇത് വാങ്ങുന്നത്, നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുക അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് വാങ്ങിയാൽ മതി. അപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം ഉള്ള ബാർബിക്യൂ ചാർക്കോൾ വരെയുള്ള മൈക്രോവേവ് ഓവനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് OTG ഓവൻ ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് കുറേ കേക്ക്സ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മൈക്രോവേവിൽ ഒരു കേക്ക് അറ്റ് എ ടൈം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റേതിലാകുമ്പോൾ നമുക്ക് കുറേ കേക്ക്സ് ഒന്നിച്ച് 2-3 കേക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും വലിയ ഓവൻ വാങ്ങിയിട്ട്. അപ്പോൾ അതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഓവൻ സെലക്ട് ചെയ്യേണ്ടത്. ഓവൻ പല തരത്തിലാണ് വരുന്നത്. പക്ഷേ ഓവൻ കണ്ടിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഇത് വേറൊരു ഓവൻ, ഉള്ളിൽ നടക്കുന്ന ഫംഗ്ഷൻ എല്ലാ ഓവൻ്റെയും ഒന്ന് തന്നെ. ഇത്രയും ഫങ്ഷൻസ് മാത്രമേ എല്ലാ ഓവനിലുമായിട്ട് നടക്കുന്നുള്ളൂ. അത് ഓരോ ഓവനിൽ ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും എല്ലാ ഓവനിലുമായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഓവൻ സെലക്ട് ചെയ്യാൻ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.